എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഇന്ന് പതിവൊക്കെ തെറ്റിച്ചുകൊണ്ട് മോർണിംഗ് റുട്ടീൻ ഒന്നുമല്ല ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഒന്നും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്ന ആളൊന്നുമല്ല. ജസ്റ്റ് റാൻഡം ആയിട്ട് കുറച്ച് നമ്മുടെ ലൈഫ് മൊമെന്റ്സ് ഒക്കെ ഡോക്യുമെന്റ് ചെയ്യുക ഞാൻ ചെയ്തിരുന്നുള്ളൂ. പക്ഷെ വളരെ റീസെൻ്റ് ആയിട്ടൊരു ത്രീ ഫോർ ഡേയ്സ്, ഒരു പാസ്റ്റ് 1 വീക്ക് ഇരിക്കട്ടെ, ഒരു 1 വീക്കായിട്ട് ഞാൻ ഓൾമോസ്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുന്നുണ്ട്. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, എനിക്കൊരു മോട്ടിവേഷന് വേണ്ടിയിട്ട്. ആൻഡ് അതെൻ്റെ ഒരു ജസ്റ്റ് മോർണിംഗ് റുട്ടീൻ മാത്രമാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇടയിൽ നിന്ന് എനിക്ക് വന്നൊരു മെസ്സേജാണ്, ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്, ലൈക്ക് ജിമ്മ്, വർക്കൗട്ട്, വർക്ക്, ബേബി, വീട്, ഇതെല്ലാം കൂടി എങ്ങനെ പറ്റുന്നു, അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനിങ്ങനെ ഓർത്തു, എന്തുകൊണ്ടെന്നാൽ ഇതിനെപ്പറ്റിയൊരു വീഡിയോ ചെയ്തുകൂടാ. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് വന്നത്. സോ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓൾ ഓഫ് എ സഡൻ സംഭവിച്ചൊരു കാര്യമല്ല. ലൈക്ക് ഇങ്ങനത്തെ ഒരു പ്ലാനിങ്ങോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു മോർണിംഗ് റുട്ടീൻ സെറ്റ് ചെയ്ത് അങ്ങ് റെഡിയാക്കാം, അങ്ങനെയൊന്നും നടന്നതല്ല. ഇത് ഗ്രാജുവലി ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു ഹാബിറ്റാണത്. ലൈക്ക് വേക്കിംഗ് അപ്പ് ബിറ്റ് ഏർലി, എനിക്കായിട്ട് കുറച്ച് സമയം കണ്ടുപിടിക്കൽ, വർക്കൗട്ട് ചെയ്യൽ, ഇതൊക്കെ ഒരു 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 ഹാബിറ്റായി മാറ്റുകയാണ് ഞാൻ ആക്ച്വലി ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ബിക്കോസ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ലൈഫ് ഒരു ബേബി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫ് ഒരിക്കലും പഴയ പോലെ ആയിരിക്കില്ല. ഒരു ന്യൂ മെമ്പർ അല്ലേ വരുന്നത്. അപ്പം നമ്മുടെ എല്ലാ പ്രയോറിറ്റീസും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് ബേബി ബിക്കംസ് ദ ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ളതാണ്. അപ്പം ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും. ആൻഡ് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ, എവിടേക്കോ എനിക്ക് എന്നെ മിസ് ചെയ്യുന്നു, ഞാൻ ചെയ്തിരുന്ന കുറേ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് ദാറ്റ്സ് ഓക്കെ എന്നുള്ളൊരു മൂഡിലായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ എൻ്റെ ഒരു റുട്ടീൻ പോയിക്കൊണ്ടിരുന്നത് ഏർലി മോർണിംഗ് ഒരു 6:30 6:45 എണീക്കുക. ആൻഡ് മോർണിംഗ് കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യുക, ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യുക, ബേബിയുടെ കാര്യങ്ങൾ, ഹസ്ബൻഡിനെ ഡ്രോപ്പ് ചെയ്യുക, മോളെ ഡ്രോപ്പ് ചെയ്യുക, ദെൻ വീട്ടിൽ വരിക, ദെൻ വീണ്ടും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ലോഗിൻ ചെയ്തു, എൻ്റെ വർക്ക് കാര്യങ്ങൾ, ഈവനിങ് ലോഗ് ഓഫ്, വീണ്ടും വീട്ടിലേക്കുള്ള കുറച്ച് കാര്യങ്ങൾ, ഇവരെ പിക്കപ്പ് ചെയ്യുക, പിന്നെ ഫാമിലി ടൈം. ഇങ്ങനെയാണ് എൻ്റെ ഒരു റുട്ടീൻ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ എന്തോ എനിക്ക് മിസ്സാവുന്നുണ്ട് എന്ന് എനിക്കറിയാം. ആൻഡ് എൻ്റെ വർക്ക് വന്നിട്ട് ഒരു 9 to 5 ലോങ് അവേഴ്സ് ഓഫ് സിറ്റിംഗ് ആണ് വർക്ക് വന്നിട്ട്. അപ്പോൾ എനിക്ക് മെല്ലെയൊക്കെ ബാക്ക് പെയിൻ ഒക്കെ തുടങ്ങാൻ തുടങ്ങി. എൻ്റെ അമ്മേ, ഇത്ര നേരത്തെ ബാക്ക് പെയിൻ, ഇനി എന്താ, ഓൾറെഡി എനിക്ക് C-സെക്ഷൻ ഡെലിവറി ആയിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പം ഇനി ബാക്ക് പെയിൻ, ലൈഫ് ലോങ് ബാക്ക് പെയിൻ ആണോ, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു.